കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടും ലൈക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷം കൂടെ കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ബാലിനൊരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. കാരണം മിത്ര അവിടെ തനിച്ചേ ഉള്ളൂ. ഈ സമയത്ത് ആൻ എന്താണെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കില്ല. രാവിലെ ആ കള്ളുകൂടിയ മധു വന്നിട്ട് വെല്ലുവിളിക്കുകയും ചെയ്ത വൈകുന്നേരം മിത്രയുടെ ആരിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മിത്രമോളെ എങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ. അത് ഓർത്ത് കഴിഞ്ഞപ്പോ ബാലൻ വിചാരിച്ചു വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഈ സമയത്ത്. ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകണം. ആ കള്ളുകൂടിന് ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. അങ്ങനെ അവനെ കണ്ടിട്ടൊന്ന് പഞ്ഞിക്കണം. അല്ലാതെ ഒരു രക്ഷയില്ലെന്ന് ഓർത്തിട്ട് ബാലൻ അങ്ങോട്ട് പോവാണ്. ആ സമയം ആകാശ് വീട്ടിലേക്ക് വന്നു. ആകാശ് വീട്ടിലേക്ക് വന്നപ്പോ ഗോമതി ചോദിച്ചു, അല്ല അച്ഛൻ വന്നില്ലേ മോനെ നിൽക്കണം. അച്ഛൻ പുറകെ വന്നോളൂ ഉമ്മയെന്ന് പറയണ. അച്ഛൻ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാ പോയെന്ന് പറയണം. ഓ അങ്ങനെയാണോ. പിന്നീട് ആകാശം നേരെ ചെന്നപ്പോഴത്തേനും മീനാക്ഷി മുറിയിലുണ്ടായിരുന്നു. മീനാക്ഷിയുടെ എന്താ എന്തോ വലിയ കാര്യമായ ജോലിയിലാണല്ലോ എന്ന് പറയണേ. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, കണ്ടില്ലേ എനിക്ക് കുറച്ച് ഫയലുകളും കാര്യങ്ങളൊക്കെ നോക്കാണ്ട് ഓഫീസിലും നോക്കിയിട്ട് അത് തീർന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേന്ന് പറയണം. പിന്നീട് മീനാക്ഷി ആകാശിന്റെ അടുത്തേക്ക് ആകാശിന്റെ അടുത്ത് എന്നിട്ട് അതേ ഞാന് ആരിനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പറയണേ. എന്നിട്ട് എന്ത് ചെയ്യാനാ. എന്തോ ആരിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് എന്തൊക്കെ ഒരു പന്തി കൂടെ തോന്നണമെന്ന് പറയാ. അവന്റെ സ്വഭാവം പാടെ അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. അവൻ പഴയ ഇപ്പം നമ്മുടെ ആരിനല്ല എന്നൊരു തോന്നലുണ്ടാവെന്ന് പറയണേ. ഇതായിട്ട് ആകാശിച്ചു, അതെന്താ മീനാക്ഷി നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം. അല്ല അത് പിന്നെ ഞാൻ എന്താ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവൻ എന്നോട് വേറെ രീതിയിലൊക്കെ പെരുമാറിയത്. അവന്റെ മനസ്സിൽ എന്തോ ഭയമാണോ എന്തൊക്കെയോ കടന്നു കൂടിയിട്ടുണ്ട്. അവനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചാ പക്ഷെ അവൻ ഇങ്ങോട്ട് വരാനായിട്ട് കൂട്ടാക്കില്ല. പക്ഷെ അവനെന്തോ വാശിയൊക്കെയാ. എന്താണെങ്കിലും അച്ഛന്റെ മോനല്ലേ, വാശിക്ക് ഒട്ടും പുറയിലല്ലോ. അത് എല്ലാരും നിങ്ങൾ അങ്ങനെയാണല്ലോ. ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, അല്ല ആരിനെ കുറിച്ച് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് അന്വേഷിച്ചില്ല. നിനക്കറിയാലോ അവനിപ്പോ തനിച്ചായതുപോലെ അവന് ചിലപ്പോൾ ഒരു തോന്നൽ കാണും. നമ്മൾ ആരെ അവന് മൈൻഡ് ചെയ്യുന്നില്ലെന്ന്. സത്യമല്ലേ, നമ്മൾ അവന്റെ കാര്യങ്ങൾ ആരും അന്വേഷിച്ചിട്ടുണ്ടോ. ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, ശരിയാ ഇടയ്ക്ക് ധർമ്മമാമൻ ഇടയ്ക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ മിത്രയുടെ പഠിപ്പ് എങ്ങനെ പോകുന്നോ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചിട്ടില്ലെന്ന് പറയാം. കേട്ടത് ആകാശോടും ശരിയാ, അവന് ചിലപ്പം വല്ലാത്ത വിഷമം കാണിക്കരുത്. നമ്മളാരും ചെല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവന് നമ്മളിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു തോന്നൽ എനിക്കും ഉണ്ടെന്ന് പറയണം. മീനാക്ഷി പറഞ്ഞതേ ആകാശേട്ടൻ നാളെ ആരിനെ ഒന്ന് കാണണം. ചെന്നിട്ട് ഇങ്ങോട്ട് വിളിക്കണം. വേണമെങ്കിൽ ഇനിയിപ്പോൾ ആനന്ദേട്ടനെ കൂടെ കൂട്ടിക്കൊണ്ട് പൊക്കോ. നിങ്ങൾ വിളിക്കുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇങ്ങോട്ട് തിരികെ വരുമായിരിക്കും എന്ന് പറയാം. ആകാശ് പറഞ്ഞ് പാവ ആര്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങണ്ടല്ലേ നിൽക്കുക. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ആരിന് അത്രയും കൂടെ തെറ്റ് ചെയ്തിട്ടില്ലോ എന്ന് പറയണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ. ഒന്നുമില്ലാന്ന് പറയണം. മീനാക്ഷിക്കും ഗോമതിക്കും അല്ലേ അറിയത്തുള്ളൂ ആരും കല്യാണം കഴിച്ച എങ്ങനെയാന്നുള്ള കാര്യം. പിന്നീട് മീനാക്ഷി അങ്ങോട്ട് വന്നപ്പോഴത്തേനും ഗോമതി വെച്ചു, അല്ല മോളിന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു ചോദിക്കാണ് മിത്രനെ കാണാനായിട്ട്. പോയായിരുന്നു അമ്മേ, രാവിലെ കയറിയിട്ടാ ഞാൻ പോയെന്നൊക്കെ പറയാം. കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലെന്ന് പറയണം. അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പം ആരിനെ കുറിച്ചും മിത്രനെ കുറിച്ചൊക്കെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് 100 ടെൻഷനും സംശയങ്ങളും ആയിരിക്കും ഉണ്ടായിരിക്കുക. അമ്മ പിന്നെ കരച്ചിലും പ്രശ്നങ്ങളും തുടങ്ങും. പിന്നെ അച്ഛൻ വരുമ്പോൾ അത് പറയും. പിന്നെ അച്ഛനും അമ്മയും കൂടെ പിന്നെ വഴക്കാവും. വെറുതെ എന്തിനാ വീട്ടിലൊരു അലമ്പുണ്ടാക്കണേ. അതിന്റെ കാര്യമില്ലോ. നാളെ ആനന്ദേട്ടനും ആകാശേട്ടനും പോയി വിളിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു മിത്രയുടെ മനസ്സിലും. ആ സമയത്ത് ധർമ്മനും കൂടെ അങ്ങോട്ട് വന്നു. ധർമ്മനെ കണ്ടെന്ന് ചോദിച്ചു, അല്ല ബാലേട്ടൻ നിന്റെ കൂടെ വന്നില്ലേന്ന് ചോദിക്കുകയാണ്. അതിന് അളിയൻ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു പോയത്. ഇതുവരെയായിട്ടും എത്തിയില്ലെന്ന് ചോദിക്കുക. ഇല്ല ഇതുവരെയായിട്ടും വന്നില്ല. ശരി എന്നും പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. ഗോമതി ബാലനെ വിളിച്ചു നോക്കണം. ബാലൻ പറഞ്ഞതേ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് എത്തിയേക്കാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. കുറച്ച് പൈസയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് ഗോമതി കോള് കട്ട് ചെയ്തു. ഈ സമയത്ത് ബാലൻ കള്ളൂടിയും മധുവിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോവാണ്. അപ്പൊ അയാൾ പോകാനുള്ള വഴിയിൽ കൂടെ ആ ഇടവഴിയിൽ കൂടെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ചെന്നപ്പോഴത്തേനും കാണുന്ന കാഴ്ച മിത്രയുടെ വീടിന്റെ ഒക്കെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും അയാൾ ആടി ആടി മിത്രയുടെ അതിന്റെ വീട് ലക്ഷ്യമാക്കി പോകുന്ന കാഴ്ചയെ കാണുന്നത്. ഓഹോ അപ്പൊ അതാണ് കാര്യം. വൈകുന്നേരം അയാൾ ചെല്ലുമെന്ന് പറഞ്ഞാൽ ചെന്നിരിക്കും. ഇങ്ങനെയാണ് ഇവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇയാൾക്കൊരു പണി കൊടുക്കണമല്ലോ. ബാലൻ പെട്ടെന്ന് സ്കൂട്ടി നിർത്തിയിട്ട് അങ്ങോട്ട് ചെന്നു. ചെന്ന് അയാൾ ചോദിച്ചു, എന്താ കാര്യം. നിങ്ങൾ ആ കോമഡി സ്റ്റോഴ്സിലെ ബാലനല്ലേ നിൽക്കുക. അതെ ബാലൻ തന്നെയാ. നീ രാവിലെ വലിയ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നല്ലോ. എന്റെ മക്കളുടെ വീട്ടിലേക്ക് ചെന്ന് കേറുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവനും ആളും കൂടെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാ ഇവിടെ വന്ന് താമസം നിർത്തോണ്ട് ചോദിക്കാനും പറയാനും അവർക്ക് ആരുമില്ലെന്ന് നീ വിചാരിക്കണമെന്ന് പറയാം. ഇത് കേട്ടോ അത് പറഞ്ഞു, ഓഹോ നിങ്ങൾ ചോദിക്കാനും പറയാനും വന്നാണോ നിൽക്കുക. അതെ ചോദിക്കാനും പറയാനും വന്നാ. പിന്നെ രാവിലെ നീ പറഞ്ഞെല്ലാം ഞാൻ കേട്ടോണ്ടിരുന്ന എന്താണെന്നറിയാവോ. ആ സമയത്ത് ആ കൂടെ എന്റെ അളിയനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് ഈ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോയേക്കളെന്ന് പറയാം. കണ്ടാ താൻ എന്തോ ചെയ്യും, കണ്ടാ എന്ത് ചെയ്യുന്നു പറഞ്ഞ്, കണ്ടാൽ എന്ത് ചെയ്യുന്നു ചോദിച്ചാൾ ചോദ്യം കേട്ടപ്പോ തന്നെ ബാലൻ എന്ത് ചെയ്യാണ്, കോളറിന് അങ്ങോട്ട് കയറി പിടിക്കുകയാണ്. അയാളുടെ മധുവിന്റെ കോളറിന് കയറി പിടിച്ചിട്ട് പറഞ്ഞു, ദേ കൊന്നു കളയും നിന്നെ, ഞാൻ പറഞ്ഞു കേട്ടല്ലോ, മേലാല് ഈ പരിസരത്ത് പോലും നിന്നെ കണ്ടേക്കലെന്ന് പറയാം. ഈ സമയം ഇതൊന്നും മിത്ര അറിഞ്ഞിരുന്നില്ല. മിത്ര ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ആര്യനാണെ വന്നിട്ടുമില്ല. ആര്യനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതി ആര്യനെ വിളിക്കുകയാണ്. ആര്യൻ ചോദിച്ചു, എന്താ മിത്ര, എന്താ കാര്യം? അല്ല, ഇതുവരെയായിട്ടും കണ്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിളിച്ചാന്ന് പറയാം. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. പിന്നെ അറിയാലോ, കഥ ഒന്നും തുറക്കണ്ട, അകത്ത് തന്നെ ഇരുന്നോളാൻ പറയാം. പുറത്തിറങ്ങി നിൽക്കുമൊന്നും വേണ്ടാന്ന് പറയണം. വന്നു കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചതിന് ശേഷം മാത്രം വന്ന് തുറന്നാൽ മതി എന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞിട്ട് മിത്ര കോള് കട്ട് ചെയ്തു. ഇപ്പൊ തന്നെ ആര്യം വരും, സമാധാനമായി. രാത്രി ആകുമ്പോഴും മിത്രയ്ക്കൊരു ഭയമുണ്ട്, ഇനിയിപ്പോ ആ കള്ളൂടിയും കയറി വരുമോ, അതിനിപ്പോ വേറെ ആരെങ്കിലും വന്ന് ശല്യം ചെയ്യുമെന്നൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയം ആര്യം മനസ്സിൽ വിചാരിച്ചു, എത്രയും പെട്ടെന്ന് തന്നെ പോകണം. അവൾ തന്നെ അവിടെയുള്ളൂ, തന്നെ ഇരിക്കാൻ അവൾക്ക് നല്ല പേടിയുണ്ട്. അതോടൊപ്പം തന്നെ ആ മിഥുനെങ്ങാനും വന്ന് പല പ്രശ്നം ഉണ്ടാക്കിയാലോ, അതൊക്കെ ഓർത്തപ്പോൾ ആര്യനും ടെൻഷനായിരുന്നു. പെട്ടെന്ന് തന്നെ ഡെലിവറി ഒക്കെ ചെയ്യുവാണ് ആര്യന്. ആ സമയത്ത് മധുവിനെ അങ്ങനെ ബാലൻ പഞ്ഞി കിട്ടും. എന്നിട്ട് പറഞ്ഞ്, മേലാലെ ഈ പരിസരത്ത് പോലെ നിന്നെ കണ്ടുപോയേക്കല്ലോ, പറഞ്ഞു കേട്ടല്ലോ, ഇനി പൈസയും ചോദിച്ചോണ്ട് ഓരോ ആൾക്കാരുടെ മുന്നിൽ കൂടെ വീട്ടുകാരുടെ മുന്നിൽ കൂടെ ചെന്നാണ്ടല്ലോ, നിന്റെ കയ്യും കളി ഞാൻ തല്ലി ഒടിക്കും, പറഞ്ഞു കേട്ടോടാ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും പകുതി പൂസ് അയാളുടെ കെട്ടടങ്ങി. പിന്നീട് മധു പറഞ്ഞു, അയ്യോ ഞാൻ ഇനി അങ്ങോട്ടൊന്നും പോകത്തില്ലേ, എനിക്ക് എന്റെ ജീവൻ തിരിച്ചു മതിയെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് തൊഴുതിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ബാലൻ പറഞ്ഞു, കാണിച്ചു തരാടാന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നീട് ബാലന് വീട്ടിലേക്ക് പോകാൻ അസ്വസ്ഥ. ഒരു പക്ഷേങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അയാളങ്ങനെ തിരിച്ചു വന്നാലോ, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം അവൻ വരുന്നോടം വരെ, ആര്യം വരുന്നോടം വരെ ഇവിടെ എവിടെയെങ്കിലും മറഞ്ഞു നിൽക്കാം. അങ്ങനെ ബാലൻ വന്നും വീടിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മിത്ര അവിടെ ഇരിക്കുന്ന കണ്ടു. ആ ജനനകത്തൂടെ വെട്ടം കണ്ടു. അപ്പം മിത്ര അവിടെ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. സമാധാനമായി, കുഴപ്പമൊന്നുമില്ല. ഇനി ആരും വന്നിട്ട് പോയാൽ മതി എന്ന് ഓർത്തോണ്ട് ബാലൻ എന്ത് ചെയ്യണം, അവിടെ കുറെ പുല്ല് വളർന്നിപ്പുണ്ട്, ആ പള്ളക്കകത്തേക്ക് അങ്ങോട്ട് കയറി നിൽക്കുക. അങ്ങോട്ടേക്ക് ആരും വരുന്നുണ്ടോ, ഉപദ്രവിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ ഓർത്തോണ്ട് പാവം മാറി നിൽക്കുകയാണ്. ആ സമയത്ത് ബാലന്റെ കാലിലേക്ക് എന്തോ ഒന്ന് കടിച്ച പോലെ തോന്നി. ബാലൻ പെട്ടെന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു പാമ്പാണ് കടിച്ച്. ബാലൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയെ പെട്ടെന്ന് ബാലൻ എന്ത് ചെയ്യണം, ആ വണ്ടി കിടക്കുന്നിടത്തേക്ക് അങ്ങോട്ട് വന്ന് വീട്ടിലേക്ക് പോകാം അങ്ങനെയൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ ഗേറ്റിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ബാലൻ അങ്ങോട്ട് കുഴഞ്ഞ് വീഴുവാണ്. പെട്ടെന്ന് തന്നെ ബാലന്റെ ബായിൽ കൂടെ ഞൊരയും പതിയൊക്കെ വരാൻ തുടങ്ങി. ഈ സമയത്താണ് ആര്യൻ അങ്ങോട്ട് വരുന്നത്. ആര്യ സ്കൂട്ടി ഇങ്ങോട്ട് വരുമ്പോൾ സ്കൂട്ടിയുടെ വെട്ടത്തില് അച്ഛൻ അവിടെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു നിമിഷം അങ്ങോട്ട് വന്നു. ഞാനിങ്ങനെ മൂളെ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ബാലൻ എന്ത് പറ്റിയെന്നാന്ന് ആര്യനൊന്നും മനസ്സിലായില്ല. ആര്യൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കാല് നീട്ടി വെച്ചോണ്ടായിരുന്നു. ആ കാലിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും 2 പാട് കണ്ടു. അവിടെ നീല കളറാകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മനസ്സിലായി പാമ്പേടി ഏറ്റിട്ടുണ്ട്. ഒരു നിമിഷം അച്ഛാ അച്ഛാന്ന് വിളിച്ചോണ്ട് അലറി വിളിക്കുന്നുണ്ട്. ആര്യനെ വിളിച്ചെഴുന്നേപ്പിക്കാൻ നോക്കിയിട്ട് ബാലൻ എഴുന്നേക്കുന്നില്ല. കണ്ണടച്ച് തന്നെ കിടക്കുവാണ്. ആര്യൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ആര്യൻ എന്ത് ചെയ്യുവാണ്, ആ വിഷം കടിച്ചെടുത്ത് വലിക്കുകയാണ്. വിഷം ഊറ്റി കളഞ്ഞ് അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു കേട്ടുണ്ട്. ആര്യൻ അങ്ങനെ അറിയാം. ആര്യൻ അങ്ങനെ ചെയ്തു നോക്കുവാണ്. എന്നിട്ട് കുലിക്ക് വിളിക്കുവാണ്. പിന്നീട് ഓടി അകത്തേക്ക് എന്നിട്ട് മിത്രനെ വിളിച്ചു. മിത്ര ഓടി വന്ന് എന്താ കാര്യം ചോദിക്കാം. അച്ഛനെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു വിധത്തില് അച്ഛനെ സിറ്റ് ഔട്ടിലേക്ക് കയറ്റി ഇരുത്തുവാണ്. പിന്നീട് ആര്യൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മിത്രോട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലെന്ന് ചോദിക്കുക. നീ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയണം. അങ്ങനെ വെള്ളമൊക്കെ മുഖത്തേക്ക് തളിച്ചു. ഈ സമയത്ത് ആര്യൻ ആ വിഷം ഊറ്റി വായിലേക്കത്ത് വലിച്ചെടുത്തിട്ട് പുറത്ത് തുപ്പി കളഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ആ വെള്ളമൊക്കെ മുഖത്ത് കളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പതുക്കെ കണ്ണു തുറക്കുവാണ്. ഈ സമയത്ത് ആര്യനൊരു ശ്വാസം നേരെ വീണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു ഇത്ര സമയം. പെട്ടെന്ന് മിത്ര എന്ത് ചെയ്ത, മിത്ര നേരെ മീനാക്ഷിനെ വിളിക്കുകയാണ്. മീനാക്ഷിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്കും എല്ലാവർക്കും വല്ലാത്തൊരു വെപ്രാളമായിപ്പോയി. പെട്ടെന്ന് മീനാക്ഷി എന്ന് ആകാശിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇങ്ങനെ പാമ്പേടി ഏറ്റു അവിടെ ഉണ്ടെന്നൊക്കെ പറയണം. ആ സമയത്ത് ബാലൻ പതുക്കെ മടങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു ജീവിതത്തിലേക്ക്. അങ്ങനെ ഒരു 2ാം ജന്മം വീണ്ടും ബാലന് കിട്ടുവാണ്. ബാലനിങ്ങ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ അടുത്തിരുന്ന് പൊട്ടിക്കരയുന്ന ആര്യനെയാണ് കണ്ടത്. അത് കണ്ടും ബാലന് സഹിക്കാൻ പറ്റില്ല. കാരണം ഇത്ര സമയം ഉണ്ടായിരുന്ന ആ ഒരു വിഷമവും വേദനകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ബാലന്റെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്. എന്ത് ചെയ്യണം എന്നൊരു അവസ്ഥയിൽ ബാലനും ആര്യനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പം ഇതൊക്കെ ഗോമതിയും ആകാശം ആണെന്നൊക്കെ അറിയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. അത് മാത്രമല്ല ഇനിയിപ്പോൾ ഇത് കൂടുതലായിട്ട് ബാലൻ എന്തെങ്കിലും സംഭവിച്ചോന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഇതിന് ഫുൾ വിശേഷം വരുമ്പോൾ നമുക്ക് അറിയാം കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഇനി ഇത് കൂടാതെ ഇതിന് രേവതിയുടെ, സച്ചിയുടെ, ആദർശിന്റെ, നയനയുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.